ഒരു 5 വയസ്സുള്ള കുട്ടിയെ ആ കുട്ടി വളരെ മോശമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ഉമ്മ പറയുന്നുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്ന രണ്ടാളുകളാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നതാണ് ഉമ്മൻ്റെത് അല്ലെങ്കിൽ അമ്മൻ്റെ എന്ന് പറയുന്നത് മദറിൻ്റെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ ചെറിയ പ്രായത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ വാക്കുകൾ, മോശമായുള്ള വാക്കുകൾ അത് ആദ്യമായി സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കും. അവളെ കൊഞ്ചിയിട്ടും സംസാരിച്ചിട്ടും അവരെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊരു നല്ല കാര്യമാണ് എന്ന് ആ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ടും ബ്രെയിനിൽ ഫീഡ് ചെയ്യും. ഇത് എന്നിട്ട് ഭാവിയിൽ എന്താവും, വളരെ മോശമായിട്ടുള്ള ചില വാക്കുകളൊക്കെ സംസാരിക്കാൻ ഇടവരുത്തും. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ പറ്റി നമ്മൾ പറയും അവർ ഫോണിൽ വല്ലാതെ അഡിക്റ്റഡ് ആണെന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം എന്താണെന്ന് അറിയോ, ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇവർ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കയ്യിൽ ഫോൺ കൊടുക്കും. പൊതുവേ രക്ഷിതാക്കൾ അവിടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടി ഡെയിലി ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭാവിയിൽ അവരോട് ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറയുന്നതിൽ ശരിക്കും അർത്ഥമല്ല. അപ്പോൾ രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നല്ലൊരു ക്യാരക്ടറുള്ള മക്കളായിട്ട് നമുക്ക് വാർത്തെടുക്കാൻ കഴിയും.